സിനിമ എന്ന് പറയുന്ന എന്റർടൈൻമെന്റ് മീഡിയത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് അനുഭവപ്പെട്ടുള്ള ഘടകം എന്താണെന്നാൽ ഇറ്റ് ഇസ് നോട്ട് ഓൾവേസ് അബൌട്ട് ദി സ്റ്റോറി, ഇറ്റ് ഇസ് ഹൗ ദ സ്റ്റോറി ഇസ് ഡെലിവേർഡ് ഓൺ ദ സ്ക്രീൻ. അതായത് നിങ്ങൾ കേട്ട് പരിചയിച്ച കഥകളാണെങ്കിൽ പോലും നിങ്ങൾക്ക് അത് രസകരമായിട്ട് സ്ക്രീനിൽ പ്രസന്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ സിനിമ വിജയമാവുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അതിനുള്ള ഏറ്റവും പുതിയ ഉദാഹരണമാണ് അരുൺ ഡൊമിനിക് സംവിധാനം ചെയ്ത് കല്യാണി പ്രിയദർശനും അതുപോലെ തന്നെ നസ്ലനും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ലോക പാർട്ട് 1 ചന്ദ്ര. സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് യെസ് വി ഹാവ് അനദർ സൂപ്പർ സ്റ്റാർ, ഒരു ലേഡി സൂപ്പർ ഹീറോ ക്യാരക്ടറെ നമുക്ക് മലയാളികൾക്ക് കിട്ടിയിരിക്കുന്നു. ഞാൻ മുന്നേ ഇങ്ങനെ ആലോചിക്കാറുണ്ട് എന്തുകൊണ്ടാണ് മലയാളത്തിൽ സൂപ്പർ ഹീറോ ക്യാരക്ടേഴ്സ് കുറവ്. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, മേ ബി ആ ഒരു ബഡ്ജറ്റ് കൺസ്ട്രെയിൻ കാരണമായിരിക്കും. പക്ഷെ അതിനേക്കാൾ ഉപരി ഈ ഒരു സൂപ്പർ ഹീറോ വേൾഡിലേക്ക് സൂപ്പർ ഹീറോ ക്യാരക്ടറിനെ മലയാളീകരിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമായിട്ട് കൂടി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് മുന്നേ ബേസിൽ ജോസഫ് വളരെ സ്മൂത്ത് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് മിന്നൽ മുരളിയിൽ. പക്ഷെ ഈ സിനിമയിൽ അവര് ഒരു ക്യാരക്ടറിനെ മലയാളീകരിക്കുന്നതിനേക്കാൾ ഉപരി ഒരു ക്യാരക്ടർ മലയാളത്തിലും കൂടെ വന്നു കഴിഞ്ഞാൽ, കേരളത്തിലും കൂടെ വന്നു കഴിഞ്ഞാൽ ഏത് തരത്തിലായിരിക്കും എന്നുള്ള ആ ഒരു എലമെന്റ് ആണ് വളരെ എന്റർടൈനിങ് ആയിട്ട് നമുക്ക് കൺവിൻസിങ് ആവുന്ന തരത്തിൽ എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ അപ്രിസിയേഷൻ നമ്മൾ അരുൺ ഡൊമിനിക്കിന് കൊടുക്കുന്നത് പോലെ തന്നെ അദ്ദേഹത്തിന്റെ തലയിലാണല്ലോ സിനിമ ഉണ്ടായത്. ഈ സംഗതികൾ, അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള സംഗതികൾ സ്ക്രീനിലോട്ട് കൊണ്ടുവരുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലൈറ്റ്. ആ നൈറ്റ് വിഷ്വൽസും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് നമുക്കത് മനസ്സിലാവും. ഇതിന്റെ ക്യാമറമാൻ നിമിഷ് രവി നല്ലൊരു പണി എടുത്തിട്ടുണ്ട് ഈ സിനിമയുടെ പിന്നിൽ. അത്രയ്ക്കും മനോഹരമായിട്ടുള്ള ഒരു സിനിമാറ്റിക് എക്സിക്യൂഷൻ ഫ്രം ദ സൈഡ് ഓഫ് ക്യാമറമാൻ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലാത്ത കാര്യമാണ്. പിന്നെ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചില സാഹചര്യങ്ങളിലൊക്കെ ക്യാരക്ടർ ചുമ്മാ നിൽക്കുകയാണെങ്കിൽ കൂടി, അതായത് ഒരു സൂപ്പർ ഹീറോ എലമെന്റ് ഉള്ള ഒരു ക്യാരക്ടർ പ്ലേസ് ചെയ്യുന്ന സമയത്ത്, സിനിമയിൽ പ്ലേസ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും അവർക്ക് ഒരു ബ്ലാക്ക് ആൻഡ് ഫേസ് ആയിരിക്കും, ഒരു എക്സ്പ്രഷൻലെസ് ഫേസ് ആയിരിക്കും. അപ്പോൾ ആ ക്യാരക്ടറിന്റെ ഉള്ളിലൂടെ പോകുന്ന ഇമോഷൻസ് നമ്മൾ പ്രേക്ഷകരുടെ ചെവി വഴി തലയിലോട്ട് എത്തിക്കേണ്ട ഉത്തരവാദിത്തം മൊത്തം മ്യൂസിക് ഡയറക്ടർ കയ്യിലാണ് ഇരിക്കുക എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. മ്യൂസിക് ഡയറക്ടറായ ഈ സിനിമയുടെ മ്യൂസിക് ഡയറക്ടറായ ജെയ്ക്സ് ബിജോയ് കത്തിക്കലായിരുന്നു സത്യം പറഞ്ഞാൽ സിനിമയിൽ പല ഭാഗത്തും നടത്തിയിട്ടുള്ളത്. ചുമ്മാ നിൽക്കുകയായിരിക്കും, ക്യാരക്ടർ ചുമ്മാ നിൽക്കുകയായിരിക്കും, പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ പോകുന്ന കാര്യങ്ങൾ ആ മ്യൂസിക്കിലൂടെ നമുക്ക് മനസ്സിലാവുന്ന തരത്തിലുള്ള ഒരു മ്യൂസിക് പ്രൊഡക്ഷൻ ആണ് സിനിമയ്ക്ക് പിന്നിൽ സംഭവിച്ചിട്ടുള്ളത് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ പെർഫോമൻസിന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ കല്യാണി പ്രിയദർശൻ ആ ക്യാരക്ടർ എന്ന നിലയിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫേഷ്യൽ എക്സ്പ്രഷൻ കൊണ്ട് തകർത്ത് അഭിനയിക്കാനല്ല, പക്ഷെ കുറച്ച് ഫിസിക്കൽ പരിപാടികൾ പിടിച്ചിട്ടുണ്ട്. ഫൈറ്റും റണ്ണിങ്, ചേസിങ്, ജമ്പിങ് എന്നുള്ള കാര്യങ്ങളെല്ലാം കല്യാണി ആ മെയ് വഴക്കത്തോടു കൂടി തന്നെ സ്ക്രീനിൽ അവതരിപ്പിച്ച പോലെയാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ നസ്ലനാണ് ആ ഒരു ഇമോഷണൽ ടർബുലൻസ് ഉള്ള ക്യാരക്ടർ കിട്ടിയത്. പല സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിത്വമാണ് നസ്ലൻ ഈ സിനിമയിൽ. അദ്ദേഹത്തിന് സങ്കടം, ദേഷ്യം, അതുപോലെ തന്നെ പ്രണയം, വിരഹം തുടങ്ങി ഒട്ടനവധി ഇമോഷൻസ് അദ്ദേഹം മുഖത്ത് പ്രകടിപ്പിക്കുന്നുണ്ട്. വളരെ നന്നായിട്ട് നമുക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ആവുന്ന തരത്തിൽ തന്നെയാണ് നസ്ലൻ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ചന്തു സലീം കുമാർ, പല സാഹചര്യങ്ങളും നമുക്കൊരു സലീം കുമാറിന്റെ ഒരു ചായ അല്ലെങ്കിൽ സലീം കുമാറിന്റെ എക്സ്പ്രഷൻ പല സ്ഥലത്തും വന്നു പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തത്. മേ ബി ചിലപ്പോൾ അത് പറഞ്ഞു ചെയ്യിച്ചായിരിക്കാം. എന്നിരുന്നാലും നമുക്ക് നമുക്ക് സ്ക്രീനിൽ മിസ്സിംഗ് ആയിട്ടുള്ള സലീമേട്ടനെ സ്ക്രീനിൽ കണ്ട ഒരു ഫീൽ ആയിരുന്നു ഇതിലെ പല സീക്വൻസിലും ചന്തുവിന്റെ പ്രകടനം കണ്ടപ്പോൾ തോന്നിയത്. അതുപോലെ തന്നെ സിനിമയിൽ ഒരുപാട് സർപ്രൈസ് എലമെന്റുകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്, സർപ്രൈസ് ക്യാരക്ടേഴ്സ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല, അത് സിനിമ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇനിയും ഒരുപാട് സിനിമകൾ ഇതിലേക്ക് ലിങ്ക് ചെയ്യാനും പുതിയ സിനിമകൾ ഈ ലോകത്ത് തന്നെ പ്ലേസ് ചെയ്യാനും പറ്റും എന്നുള്ള രീതിയിൽ ഒരു ഓപ്പൺ എൻഡഡ് ആയിട്ടാണ് സിനിമ അവസാനിക്കുന്നത്. പല ക്യാരക്ടേഴ്സ് വേണമെങ്കിൽ തുന്നിച്ചേർക്കാൻ പറ്റും. മേ ബി ചിലപ്പോൾ നമ്മൾ കണ്ടു മറന്ന സിനിമകളിലെ അല്ലെങ്കിൽ നമ്മൾ കണ്ട് എൻജോയ് ചെയ്ത് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ക്യാരക്ടേഴ്സ് പോലും ഈ സിനിമയിലേക്ക് ഇനി വരും കാലത്ത് ഇതിന്റെ പാർട്ട് 2, പാർട്ട് 3 എന്നുള്ള പോലെ ആഡ് ചെയ്ത് ഇതൊരു യൂണിവേഴ്സ്, ഒരു വലിയ സൂപ്പർ ഹീറോ യൂണിവേഴ്സ് ആക്കി മാറ്റാൻ കെൽപ്പുള്ള തരത്തിൽ തന്നെയാണ് സിനിമ അവസാനിപ്പിച്ചിട്ടുള്ളത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു പ്രകടനമാണ് കല്യാണി പ്രിയദർശന്റെ കുട്ടിക്കാലം അവതരിപ്പിച്ച ഒരു പെൺകുട്ടി വന്നിട്ടുണ്ട്. ഒരു 9 to 10 years ഏജ് ആയിരിക്കുമെന്നാണ് ഞാൻ ഗസ് ചെയ്യുന്നത്. ആ കുട്ടിയുടെ പെർഫോമൻസ്, ലൈക്ക് അവർക്ക് ഹ്യൂമൻലി നേച്ചർ പ്ലസ് ഡെവലിഷ് നേച്ചർ അത് കൂടിച്ചേർന്ന് വരുന്ന സമയത്തുള്ള സംഗതികൾ, അതും ഒരു 10 വയസ്സുകാരി പകർന്നാടുന്ന സമയത്ത് നമുക്ക് വളരെയധികം എന്റർടൈനിങ് ആയിട്ടുള്ള ഒരുപാട് മൊമെന്റ്സ് തരാൻ ആ പെൺകുട്ടിക്ക് സാധിച്ചിട്ടുണ്ട്. അവര് ചെയ്തു വെച്ചിരിക്കുന്ന ആ ബാക്ക് സ്റ്റോറിയിൽ ഈ കുട്ടി ചെയ്തു വെച്ചിരിക്കുന്ന പെർഫോമൻസിന്റെ ബലത്തിലാണ് കല്യാണി പ്രിയദർശൻ ആ സൂപ്പർ ഹീറോ ആയി മാറുന്നതിന് ശേഷമുള്ള ആ ഒരു ഫ്ലാറ്റ് ഫേസിലേക്ക് നടന്നു കഴിഞ്ഞാൽ നമുക്ക് അവർ പേറുന്ന ആ ഇമോഷൻ
വളരെ നന്നായിട്ട് വർക്ക് ആവുന്ന രീതിയിൽ വന്നിട്ടുള്ളത്. പിന്നെ ഇതിന്റെ എഡിറ്റിംഗിൽ പോലും വളരെ നന്നായിട്ടുള്ള കുറച്ച് ട്രാൻസിഷൻ കട്ട്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഞാൻ സിനിമ കണ്ടപ്പോഴും എന്റെ മനസ്സിൽ അത് റിവ്യൂ പറയുന്ന സമയത്ത് പറയണം എന്ന് തോന്നിയ 2 ഷോട്ട് എന്താണെന്ന് വെച്ചാൽ, ഒരു കൂട്ടമായിരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഓൺ ദ ടേബിൾ, ഒരു ഡൈനിങ് ടേബിളിന്റെ പുറത്ത് ഉപ്പ് തട്ടി പൊടി ടേബിളിലോട്ട് പോകുന്ന സമയത്ത് അതിലേക്ക് ക്ലോസപ്പ്, ആ ഉപ്പ് തരികളിലേക്ക് ക്ലോസപ്പ് ചെയ്തതിന് ശേഷം ഡയറക്റ്റ് ടു ഫെയ്ഡ് ആണ്. ആ സീന് ഫെയ്ഡ് ആയിട്ട് നേരെ കാണിക്കുന്നത് സ്റ്റാർസ് ഓൺ ദ സ്കൈ ആണ്. ആ ഒരു ട്രാൻസിഷൻ ഫ്രം ഉപ്പ് പൊടികൾ ടു സ്റ്റാർസ് വളരെ മനോഹരമായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോക്കസ് ഔട്ട് ആയി കിടക്കുന്ന, ബ്ലഡ് ഔട്ട് ആയിട്ട് കിടക്കുന്ന ഒരുപാട് ലൈറ്റ്സിന്റെ ഷോട്ട്, കുഞ്ഞു കുഞ്ഞു ഷോട്ടുകൾ, കുഞ്ഞു കുഞ്ഞു ബ്ലറിംഗ് എഫക്റ്റുകളുള്ള ഷോട്ടുകൾ പതിയെ ഫെയ്ഡ് ആയിട്ട് ഗ്ലാസ്സിലേക്ക് ഐസ് വീഴുന്ന തരത്തിലുള്ള ഒരു ഷോട്ടിലേക്ക് ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന രീതിയെല്ലാം വളരെ മനോഹരമായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമയിൽ അവർ അത്യാവശ്യം പൈസ മുടക്കിയിട്ടുണ്ടെന്ന് സ്ക്രീനിലുള്ള ആ റിച്ച്നെസ് കാണുമ്പോൾ, ആ കളേഴ്സ് കാണുമ്പോൾ, അതിലുള്ള ഒബ്ജക്ട്സ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത്രയ്ക്കും ക്വാളിറ്റി പ്രൊഡക്ഷൻ ഡിസൈൻ ആണ് സിനിമക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ ആകെ മൊത്തം ടോട്ടൽ പറയുകയാണെങ്കിൽ ഒരു 95% അടുത്ത് എൻ്റെ ഉള്ളിൽ ആ ഒരു സിനിമ പ്രേക്ഷകനെ എന്റർടൈൻ ചെയ്യിപ്പിച്ച, വളരെ നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്ത, മലയാളത്തിൽ ഇറങ്ങിയ വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ് ലേഡി സൂപ്പർ ഹീറോ ക്യാരക്ടർ ഉള്ള സിനിമയാണ് ലോക പാർട്ട് 1 ചന്ദ്ര. നിങ്ങൾ തിയേറ്ററിൽ ഈ പടം മിസ്സാക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതൊരു തുടക്കമാണ്. ഈ ഒരു യൂണിവേഴ്സ് ബിൽഡ് ആവുന്ന സമയത്ത് ഈ സിനിമയുമായിട്ട് കണക്ട് ചെയ്ത് ഒരുപാട് ക്യാരക്ടേഴ്സ് വരാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒരാളെ പറയാൻ വിട്ടുപോയി, നമ്മുടെ ഡാൻസ് മാസ്റ്റർ സാൻഡിയെ എന്തുകൊണ്ടാണ് ഈ സിനിമയിൽ കാസ്റ്റ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ലിയോയിലെ ഏത് ഷോട്ടാണ് സാൻഡിയെ ഈ സിനിമയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ ഇതിന്റെ അണിയറ പ്രവർത്തകരെ പ്രേരിപ്പിച്ചതെന്നുള്ളത് നിങ്ങൾ തന്നെ സിനിമ കണ്ട് അറിയുക. അപ്പൊ എല്ലാവരും ഈ ഒരു സിനിമ ആസ്വാദകനാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും തിയേറ്ററിൽ പോയി കണ്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു കിടിലൻ മൂവിയാണ് ലോക പാർട്ട് 1 ചന്ദ്ര. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.